അപ്പം നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിന് പണ്ടത്തേക്കാൾ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ചേഞ്ചിങ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, മാറുന്ന അന്തരീക്ഷ സ്ഥിതി. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ അതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ എക്സെട്ര ലീഡ് ടു റാപ്പിഡ് ചേഞ്ചസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതായത് വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയവ അതിവേഗത്തിലുള്ള അന്തരീക്ഷ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പം എന്താണ് ചെറിയ ചെറിയ വില്ലേജസുകളൊക്കെ എന്താണ് ടൗൺസൊക്കെ ആണെങ്കിൽ പോലും എന്താണ് വലിയ വലിയ സിറ്റീസായിട്ട് മാറി. അതേപോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസുകളൊക്കെ വരാൻ തുടങ്ങി. പലതരത്തിലുള്ള കെമിക്കൽ ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിലും ഒരുപാട് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇതെല്ലാം എന്തിനു കാരണമായി? നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതിന് കാരണമായി തീർന്നു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 6000 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് ഈസ് ഗെറ്റിംഗ് ആഡഡ് ടു ദി അറ്റ്മോസ്ഫിയർ എവറി ഇയർ ഇൻ ദിസ് മാനർ. ഓക്കെ, അപ്പോൾ ഈ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷനിലൂടെയും അതേപോലെ തന്നെ അർബനൈസേഷനിലൂടെയും ഒക്കെ എന്താണ് ഒരു വർഷം 6000 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ടെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6000 മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വളരെ വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലേ എത്ര പെർസെൻറ്റേജ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് മതിയെന്നല്ലേ. അപ്പോൾ ഓരോ വർഷവും ഇത്രയും ഏറെ കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന കാര്യമാണ്. സ്റ്റഡീസ് റിവീൽ that there is a rise of 0.4 degrees Celsius in the average atmospheric temperature due to uncontrolled increase of greenhouse gases in the 20th century. ഓക്കെ, അപ്പം ഈ 20th സെഞ്ച്വറി 20ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തു? അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കൂടി. അത് എന്തിലോട്ട് നയിച്ചു? നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിലോട്ട് നയിച്ചു. ഓക്കെ, പിന്നെയോ ദ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് റെഫേർഡ് ടു ആസ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഇങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഓരോ വർഷവും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എവിടെ എത്തുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ ഇത്രയേറെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എത്തുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനം എന്ന് വിളിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് becomes a threat to the life forms of the earth. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ ജീവനുള്ള പല ഓർഗാനിസംസിനും വളരെ ദോഷകരമായ ഒന്നാണ് ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈഫിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ. ഏതെല്ലാം രീതിയിൽ ആണെന്ന് നോക്കിക്കേ. സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പോളാർ റീജിയനിലൊക്കെ എന്താണ് കൂടുതലും? ഐസാണല്ലേ. അപ്പം ഈ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമെന്ന്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആയ ഐസ് എന്ത് ചെയ്യും? ഉരുകൂല്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അപ്പം ഇതേപോലെ തന്നെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാരണം, ഗ്ലോബൽ വാർമിംഗ് കാരണം ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതെന്തിന് കാരണമാകുന്നു? നമ്മളുടെ ഈ പോളാർ റീജിയൻസിലൊക്കെ ഐസൊക്കെ എന്ത് ചെയ്യുന്നതിന്? മെൽറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അങ്ങനെ ഐസുകളൊക്കെ മെൽറ്റായി കഴിയുമ്പോൾ എന്താകും? സീ ലെവൽ, അതായത് നമ്മളുടെ സർഫസ് വാട്ടറിലൊക്കെ അല്ലെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെയൊക്കെ വാട്ടറിലെ എമൗണ്ട് എന്ത് ചെയ്യും? കൂടും അല്ലേ. ഡിസ്ട്രക്ഷൻ ഇൻ ദി കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ്, ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ എക്സെട്ര. ഓക്കെ, സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, അതേപോലെ വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും. ഓക്കെ, അപ്പം ഇതെന്തിന് കാരണമാകുമെന്നാണ് പറയുന്നത്? ഫുഡ് ക്രൈസിസ് കൊണ്ടുവരുമെന്ന് പറയാം. ഫുഡ് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ നിൽക്കുമോ? ഇല്ല, അവരെന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ മൈഗ്രേഷനിലും ഫുഡ് ക്രൈസിസിനും ഒക്കെ കാരണമായി തീരാവുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദി ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് അനിമൽസ് ഇൻ ദി എക്കോസിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് എന്തിനൊക്കെ കാരണമാകുന്നുണ്ട്? നമ്മളുടെ
ഈ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ എൻവയോൺമെൻറ്റിൽ കാണുന്ന നമുക്ക് എന്താ അറിയാം, 1-2 സ്പീഷീസ് ഒന്നും അല്ല ഇവിടെ ജീവിക്കുന്നത്. ഈ പ്ലാനറ്റിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് പ്രസൻ്റ് ആണല്ലേ, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസൻ്റ് ആണല്ലേ. അപ്പം അവരുടെ എല്ലാം ഡിപ്ലീഷൻ അല്ലെങ്കിൽ നാശത്തിന് അല്ലെങ്കിൽ വംശനാശത്തിനൊക്കെ എന്ത് കാരണമാകുന്നുണ്ട്, ഈ ഗ്ലോബൽ വാർമിങ് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, ഈ സീ ലെവലിലെ അതായത് വാട്ടർ റൈസിന് കാരണമാകും നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുള്ള ഐസ് മെൽറ്റിങ്. അതേപോലെ തന്നെ ഇങ്ങനത്തെ കോസ്റ്റലിലെ എക്കോസിസ്റ്റത്തിന് ഡിസ്ട്രക്ഷൻ വന്നാൽ, ഓക്കെ, അപ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം എന്താണ് നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള എക്കോസിസ്റ്റത്തിന് പ്രശ്നങ്ങൾ വന്നാൽ അത് എന്തിന് കാരണമാകും, ഫുഡ് ക്രൈസിസിന് കാരണമാകും, അത് മൈഗ്രേഷന് കാരണമാകും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഭൂമിയിലുള്ള നമ്മളുടെ ഈ പ്ലാനറ്റിലുള്ള ഒരുപാട് പ്ലാന്റ് സ്പീഷീസും ആനിമൽ സ്പീഷീസും ഒക്കെ ഡിസ്ട്രോയ് ആകുന്നതിനൊക്കെ ഈ ഗ്ലോബൽ വാർമിങ് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ഓസോൺ ലെയറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓസോൺ ആസ് ആൻ അംബ്രല്ല ഫോർ ദി എർത്ത്, ഭൂമിക്ക് കൂടെ ഓസോൺ. ഓക്കെ, അപ്പോൾ ഈ ഭൂമിക്ക് നമ്മളുടെ എർത്ത് എന്ന് പറയുന്ന ഈ പ്ലാനറ്റിൻ്റെ ഒരു അംബ്രല്ല പോലെയാണ് നമ്മളുടെ ഓസോൺ നമ്മൾക്ക് മുകളിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ആസ് ദി ഓസോൺ ഗ്യാസ് ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദി അപ്പർ അറ്റ്മോസ്ഫിയർ ആസ് എ ലെയർ, ഇറ്റ് ഈസ് കോൾഡ് ഓസോൺ ലെയർ. ഓക്കെ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു അപ്പർ പാർട്ടിലൊക്കെ ആയിട്ട് ആണ് നമ്മളുടെ ഓസോൺ എന്ന് പറയുന്ന ഗ്യാസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു കാരണം കൊണ്ട്, അതായത് ആ ഒരു പാർട്ടിൽ ഈ ഓസോണിൻ്റെ ഗ്യാസ് കൂടുതലായിട്ട് പ്രസൻ്റ് ആയതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഓസോൺ ലെയർ എന്ന് വിളിക്കുന്നത്. അറ്റ്മോസ്ഫിയറിൻ്റെ ആ ഒരു ലെയറിനെ വിളിക്കുന്നതാണ് ഓസോൺ ലെയർ. ഓക്കെ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ലൈഫ് ഫോംസ് ഓഫ് ദി എർത്ത് ബൈ അബ്സോർബിംഗ് ദി ഹാംഫുൾ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദി സൺ. ഓക്കെ, അതായത് ഈ സൂര്യനിൽ നിന്നുള്ള ഈ അൾട്രാ വയലറ്റ് റേസ് എന്താണ്, ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് വളരെ ഹാംഫുള്ളാണ്. ഓക്കെ, അപ്പം ഇതിനെ ഭൂമിയിലെത്താതെ, അതായത് ജീവജാലങ്ങൾക്ക് ഹാംഫുള്ളായിട്ടുള്ള ഈ അൾട്രാവയലറ്റ് റേസിനെ ഭൂമിയിലെത്താതെ സൂര്യനിൽ നിന്ന് ഇതിനെ എന്താണ് വരുന്ന ഈ അൾട്രാവയലറ്റ് റേസിനെ അബ്സോർബ് ചെയ്ത് ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്, നമ്മളുടെ ഈ ഓസോൺ ലെയറിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് about 20 to 50 kilometers in the atmosphere, the ultraviolet rays from the sun splits up ordinary oxygen molecules to single atom oxygen molecules. Okay, അപ്പോൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ ഒരു 20 to 50 കിലോമീറ്റർ ഹൈറ്റിൽ, ഓക്കെ, അറ്റ്മോസ്ഫിയറിലെ 20 to 50 കിലോമീറ്റർ ഹൈറ്റിൽ എന്ത് പ്രസൻറ്റ്, നമ്മുടെ ഓക്സിജനൊക്കെ അവിടെ പ്രസൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ്, സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് ഈ ഓക്സിജൻ മോളിക്യൂളിൽ പതിക്കും. അതെന്നിട്ട് എന്ത് ചെയ്യും, ഈ ഓക്സിജൻ മോളിക്യൂളിനെ, നോർമൽ ആയിട്ടുള്ള ഓക്സിജൻ മോളിക്യൂൾസിനെ സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ഓക്സിജൻ മോളിക്യൂൾസ് ആക്കി മാറ്റും. ഓക്കെ, അതെന്താന്ന് നോക്കിക്കേ, നമുക്കറിയാം നോർമൽ ആയിട്ടുള്ള ഒരു ഓക്സിജൻ മോളിക്യൂൾ എങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കാണുന്നത്, O2 എന്ന ഫോമിലാണ് കാണുന്നത് അല്ലേ. അപ്പം UV റേസ്, ഈ സണ്ണിൽ നിന്നുള്ള UV റേസ് നമ്മളുടെ ഈ നോർമൽ ആയിട്ടുള്ള O2 വന്ന് പതിച്ച് കഴിയുമ്പോൾ അതിനെ എന്താക്കി സ്പ്ലിറ്റ് ആക്കും, ഈ പറയുന്ന ഓക്സിജൻ എന്ന് പറയുന്ന സിംഗിൾ മോളിക്യൂൾസ് ആക്കി അല്ലെങ്കിൽ സിംഗിൾ ഓക്സിജൻ ആറ്റംസ് ആക്കി അതിനെ മാറ്റും. ഓക്കെ, അപ്പം എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ദിസ് സിംഗിൾ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസ് റിയാക്ട് വിത്ത് ഓർഡിനറി ഓക്സിജൻ മോളിക്യൂൾസ് ടു ഫോം ട്രൈ ആറ്റമിക് ഓസോൺ ഗ്യാസ്. ഓക്കെ, അതായത് ഒരുപാട് O2 മോളിക്യൂൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആണല്ലേ. ഓക്കെ, അതിൽ ഒരെണ്ണത്തിൽ വന്ന് നമ്മളുടെ UV റേസ്, നമ്മുടെ സണ്ണിൽ നിന്നുള്ള UV റേസ് വന്ന് പതിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇത് സ്പ്ലിറ്റായിട്ട് സിംഗിൾ ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ഇവരെന്ത് ചെയ്യും, ഇവർ പോയിട്ട് ഈ നോർമലായിട്ട് നിൽക്കുന്ന ഈ O2 മോളിക്യൂൾസ് ഉണ്ടല്ലോ, ഇവരുമായിട്ട് വന്ന് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവരുമായിട്ട് വന്ന് ചേരും. അപ്പോൾ എത്രയായി, 3 O3 ആയി അല്ലേ. ഇവർ സിംഗിളാണ്, പിന്നെ ആ കൂട്ടത്തിൽ നോർമൽ ആയിട്ടുള്ള ഈ O2 മോളിക്യൂളിൽ വന്ന് റിയാക്ട് ചെയ്ത് അവരുടെ കൂടെ ചേരും. അപ്പോൾ അതെന്തായി, O3 ആയി.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഓസോൺ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓസോണൈസേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഒരു 20 to 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ആ ഒരു സ്പേസിൽ എന്താ സംഭവിക്കുന്നത്? സണ്ണിൽ നിന്നുള്ള UV റേഡിയേഷൻസ് അവിടെയുള്ള ഓക്സിജൻ മോളിക്യൂളിൽ വന്ന് പതിക്കും. അതെന്നിട്ട് O2 എന്ന് പറഞ്ഞ നോർമൽ ഫോമിലുള്ള ഓക്സിജനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് സിംഗിൾ ഫോമിലാക്കി മാറ്റും. ഓക്കെ, സിംഗിൾ ആയിട്ടുള്ള O ആക്കി മാറ്റും, ഓക്സിജൻ മോളിക്യൂൾസ് ആക്കി മാറ്റും. ഓക്കെ, ഈ ഓക്സിജൻ മോളിക്യൂൾസ് അവിടെ അറ്റ്മോസ്ഫിയറിൽ തന്നെയുള്ള O2 മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് അവരെന്തായിട്ട് ഫോം ചെയ്യും? O3 മോളിക്യൂളായിട്ട് മാറും. ഈ O3 മോളിക്യൂളിനെയാണ് നമ്മൾ ഓസോൺ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ ഓസോൺ ഗ്യാസിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ ഓസോണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഈ ഓസോൺ ഗ്യാസ് ഇല്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഈ ഓസോൺ ലെയർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ നമ്മളുടെ ഈ പറയുന്ന സണ്ണിലെ UV റേഡിയേഷൻസ് ഡയറക്റ്റ്ലി നമ്മളുടെ പ്ലാനറ്റിൽ പതിക്കുമായിരുന്നു അല്ലേ? അപ്പം ഈ ഡയറക്റ്റ്ലി വന്നാൽ ഹാംഫുൾ ആണെന്നും നമ്മൾ പറഞ്ഞു. എന്തെല്ലാം തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ഹാംസ് ആണ് നമുക്ക് ഈ ഒരു സണ്ണിലെ UV റേഡിയേഷൻസ് വരുത്തുക? നോക്കിക്കേ, ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തും അല്ലേ? കാലാവസ്ഥയിൽ വ്യതിയാനം വന്നാലും നമ്മളുടെ ഇവിടുത്തെ ലൈഫ് ആകെ പ്രശ്നങ്ങളാകും അല്ലേ? നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ ഫുഡ്, ഇതിലെല്ലാം അത് കാരണമായി തീരും അല്ലേ? പിന്നെയോ ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഫുഡ് സ്കേഴ്സിറ്റി വരും. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകും. അതെന്തിലോട്ട് കാരണമാകും? ഫുഡ് ചെയിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകും. നമുക്കറിയാം നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പം സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷൻ എന്തിന് കാരണമാകും? നമ്മളുടെ ഈ ഫുഡ് ചെയിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകും. പിന്നെ ക്രോപ്പ് ഫെയിലിയറിന് കാരണമാകും. നമ്മൾ പറഞ്ഞത് നമ്മുടെ അഗ്രികൾച്ചറൊക്കെ ഫെയിലിയർ ആയി പോകും. പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഒന്നും അധികം വളർച്ചയില്ലാത്ത അവസ്ഥയിലോട്ടെത്തും. പിന്നെ പ്രീമെച്യൂർ ഏജിങ്. ഓക്കെ, ഓർഗാനിസംസ് ഇപ്പോൾ ഹ്യൂമൻസൊക്കെ ആണെങ്കിലും പ്രീമെച്യൂറായിട്ട് എന്താണ് ഏജിങ്, അതായത് ഏജ് ആവേണ്ട പ്രായത്തിലല്ലാതെ നേരത്തെ എന്താണ് ഏജ് ആയി പോകുക. അതായത് പ്ലാന്റ്സ് ആണെങ്കിലും മറ്റ് അനിമൽസ് ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും ഒക്കെ എന്ത് ബാധിക്കും? ഈ പ്രീമെച്യൂർ ഏജിങ് ബാധിക്കും. പിന്നെയോ ബ്ലൈൻഡ്നെസ്, കാഴ്ചക്കുറവ് സംഭവിക്കും. ഈ ഒരു UV റേഡിയേഷൻ ഡയറക്റ്റ്ലി നമുക്ക് ഇമ്പാക്റ്റ് ചെയ്താൽ അതിൽ ഒന്ന് കാരണമാണ് അല്ലെങ്കിൽ അത് എന്തിന് കാരണമായി തീരും? ബ്ലൈൻഡ്നെസ്സിന് കാരണമായി, നമ്മൾക്ക് കാഴ്ചയില്ലായ്മ ഉണ്ടാവുന്നതിന് കാരണമായി തീരും. പിന്നെ മറ്റൊന്നാണ് സ്കിൻ ക്യാൻസർ. ഓക്കെ, നമ്മളുടെ സ്കിന്നിലൊക്കെ UV റേഡിയേഷനൊക്കെ പതിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിലോട്ട് നയിക്കും? സ്കിൻ ക്യാൻസറിലോട്ട് നയിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ UV റേസ്, സണ്ണിൻ്റെ UV റേസ് ഡയറക്റ്റ്ലി ഭൂമിയിൽ പതിച്ചാലുള്ള പ്രധാനപ്പെട്ട നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, ഡിസ്ട്രക്ഷൻ ഇൻ ഫുഡ് ചെയിൻ, പിന്നെ ക്രോപ്പ് ഫെയിലിയർ, പിന്നെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, പിന്നെ പ്രീമെച്യൂർ ഏജിങ്, പിന്നെ ബ്ലൈൻഡ്നെസ്, പിന്നെ സ്കിൻ ക്യാൻസർ. ഓക്കെ, പിന്നെ നോക്കിയേ, refrigerators, air conditioners, different types of sprays, fire extinguishers, paints, etc. are sources of gases such as chlorofluorocarbon, halon, etc. ഓക്കെ, അപ്പം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ? റെഫ്രിജറേറ്റർ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യും, എയർ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യും, പിന്നെയോ എയർ കണ്ടീഷൻ നമ്മൾ AC ഒക്കെ യൂസ് ചെയ്യും, പിന്നെയോ പലതരത്തിലുള്ള സ്പ്രേസ്, പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസസ് എന്ന് പറയുന്നത് ക്ലോറോഫ്ലൂറോകാർബണും ഹാലനും പോലത്തെ ഗ്യാസസ് ആണ്. ഈ ഗ്യാസസ് എന്ത് ചെയ്യും നോക്കിക്കേ? സച്ച് ഗ്യാസസ് കുഡ് റിമെയിൻ അൺആൾട്ടേർഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഫോർ എ ലോങ് ടൈം. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഈ ഗ്യാസസ് എവിടെ എത്തുകയാണ്? അറ്റ്മോസ്ഫിയറിൽ എത്തുകയാണ് അല്ലേ? എന്നിട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഈ ഗ്യാസസിന് മറ്റ് ചേഞ്ചസ് ഒന്നുമില്ലാതെ തന്നെ ഒരുപാട് നാൾ അറ്റ്മോസ്ഫിയറിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഈ ഗ്യാസസിനുണ്ട്. ഏതിനൊക്കെ? ഈ പറയുന്ന ക്ലോറോഫ്ലൂറോകാർബണിനും ഹാലണിനും ഒക്കെ ഈ പറയുന്ന
കേപ്പബിലിറ്റി ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ എന്താണ് ചേഞ്ചസ് ഒന്നുമില്ലാതെ നിൽക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഇവർക്കുണ്ട്. ഓക്കെ, ദീസ് ഗ്യാസസ് റൈസിങ് ടു ദി upper atmosphere react with ultraviolet rays from the sun to form chlorine and bromine. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും? ആദ്യം അറ്റ്മോസ്ഫിയറിലെത്തും. അറ്റ്മോസ്ഫിയറിലെത്തിയാൽ ഇതിനെന്താണ് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരത്തില്ല ഈ ഗ്യാസസിന്. എന്നിട്ട് ഈ ഗ്യാസസ് പതിയെ പതിയെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയറിലോട്ട് എത്താൻ തുടങ്ങും. അങ്ങനെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയറിൽ എത്തിക്കഴിയുമ്പോൾ എന്താണ്, നമ്മളുടെ ഈ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് എന്ത് ചെയ്യും? ഇവരിലേക്ക് പതിക്കും, ഈ പറയുന്ന ഗ്യാസസിൽ പതിക്കും. എന്നിട്ട് ഈ ഗ്യാസുമായിട്ട് ഈ UV റേസ് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ക്ലോറിനും ബ്രോമിനും ഒക്കെ എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം ഇവർക്ക് എന്ത് ഇല്ലായിരുന്നു? ചേഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു. ചേഞ്ചസ് ഇല്ലാതെ അറ്റ്മോസ്ഫിയറിൽ തന്നെ നിൽക്കും. ഒരുപാട് നാൾ അവർക്ക് അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കാനായിട്ട് പറ്റും. അവർ പതിയെ പതിയെ അപ്പർ അറ്റ്മോസ്ഫിയറിക് ലെയറിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് UV റേഡിയേഷൻ കാരണം, അല്ലെങ്കിൽ ഈ UV റേസുമായിട്ട് ഇവർ റിയാക്ട് ചെയ്ത് കാരണം എന്ത് ഫോം ചെയ്യും? ക്ലോറിനും ബ്രോമിനും ഒക്കെ ഫോം ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഈച്ച് ക്ലോറിൻ ആറ്റം ഈസ് കേപ്പബിൾ ടു ഡീകേ about 1 lakh of ozone molecules. Bromine is 40 times more reactive than chlorine. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലോറിനും ബ്രോമിനും ആയി കഴിയുമ്പോൾ ഇവർ അവിടെയുള്ള നമ്മളുടെ ഓസോൺ ലെയർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഓസോൺ ലെയർ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? ഓസോൺ മോളിക്യൂൾസ് കൊണ്ടാണ് അല്ലേ, O3 കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും? ഇവരെ നശിപ്പിക്കും. ആര്? ഈ ക്ലോറിനും ബ്രോമിനും ഒക്കെ. ക്ലോറിനെയും കാട്ടി റിയാക്റ്റീവ് ആണ് ബ്രോമിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലോറിനും ബ്രോമിനും ഒക്കെ ഈ ഓസോൺ ലെയറിനെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നശിപ്പിച്ചാൽ അത് എന്ത് ഫോം ചെയ്യും? അവിടെ ഓസോൺ ഹോൾ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഈ ഓസോൺ ലെയറിൽ, ഓക്കെ, നമ്മളുടെ ഈ പറഞ്ഞ ഓസോൺ ലെയറിൽ ഈ ക്ലോറിനും ബ്രോമിനും കാരണം ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ അല്ലേ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഡാമേജിനെയാണ് നമ്മൾ ഓസോൺ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇതുപോലെയാണ് ഒരു ഓസോൺ ഹോള് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഓസോൺ ഹോള് ഫോം ചെയ്ത് എന്ത് പറ്റും? ഓസോൺ പിന്നെ ഹോള് ഫോം ചെയ്ത UV റേസിൽ നിന്ന്, സണ്ണിൽ നിന്നുള്ള UV റേസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവിടെ വേറെ ആരുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഓസോണിൽ ഹോളിൽ സംഭവിച്ചാൽ ഈ UV റേസ് ഡയറക്റ്റ്ലി എർത്തിലോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ സോഴ്സ് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന പല മെറ്റീരിയൽസ്, ഇപ്പോൾ റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണേഴ്സ്, പെയിൻറ്റ്സ് പോലെയുള്ള പല മെറ്റീരിയൽസുമാണ് ഇതിന് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസിൽ നിന്ന് പുറപ്പെടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണും അതേപോലെ തന്നെ ഹാലജനും പോലെയുള്ള ഗ്യാസസ് എന്ത് ചെയ്യും? ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ സ്റ്റേബിളായിട്ട്, അതായത് ഒരു ചേഞ്ചസും ഇല്ലാതെ അവർ നിൽക്കും. എന്നിട്ട് ഇവർ പതിയെ പതിയെ അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ ലെയറിലോട്ട് എത്തിക്കഴിയുമ്പം അവിടെ നമ്മളുടെ സണ്ണിൻ്റെ UV റേസുമായിട്ട് റിയാക്ട് ചെയ്ത് ഇവർ ക്ലോറിനും ബ്രോമിനുമായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഈ ക്ലോറിനും ബ്രോമിനും എന്ത് ചെയ്യും? അവിടെയുള്ള നമ്മളുടെ ഓസോൺ ലെയറിലെ ഓസോൺ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മളുടെ ഓസോൺ ലെയറിനെ നശിപ്പിക്കും. ഓക്കെ, അങ്ങനെ അവിടെ എന്ത് ഫോം ചെയ്യും? ഓസോൺ ഹോള് ഫോം ചെയ്യും. ഓസോൺ ഹോള് ഫോം ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഭൂമിയിലേക്ക് ഈ സണ്ണിൻ്റെ UV റേഡിയേഷൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി പതിക്കും അല്ലേ. അത് നമ്മൾ പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നല്ലേ. ഓക്കെ, നോക്കിക്കേ, ഹൗ ഈസ് ഓസോൺ ഹോൾ ഫോംഡ്? എങ്ങനെയാണ് ഓസോൺ ഹോള് ഫോം ചെയ്യുന്നത് ചോദിച്ചാൽ എന്തെഴുതണം? The depletion in the atmospheric ozone layer due to the reaction of chlorine and bromine is called as ozone hole. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഓസോണിൻ്റെ ഡിപ്ലീഷൻ എന്ത് കാരണം? ക്ലോറിൻ്റെയും ബ്രോമിൻ്റെയും പ്രസൻസ് കൊണ്ടുള്ള അറ്റ്മോസ്ഫിയറിലെ ഓസോണിൻ്റെ ഡിപ്ലീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസോൺ ഹോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഓസോൺ ഹോള് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മളുടെ ഓസോൺ ഹോൾസ് വരാതെ, ഓസോൺ ലെയറിൽ ഹോൾസ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഓസോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള കടമ ആർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം ഓസോൺ ഉണ്ടെങ്കിലേ നമുക്ക്, ഓസോൺ ലെയർ ഉണ്ടെങ്കിലേ നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? UV റേസിൽ നിന്ന്, സണ്ണിൻ്റെ UV റേസിൽ നിന്ന് നമ്മളുടെ എർത്തിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം ടു പ്രൊട്ടക്റ്റ് ഓസോൺ ലെയർ, ഓസോൺ പാളിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്
ഇവിടെയുള്ള ജനങ്ങൾക്ക് അവെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളുടെ പല മെറ്റീരിയൽസിൻ്റെയും യൂസസിലൂടെയാണ് ഈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. അത് നമ്മുടെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ എവിടെയാണ് നമുക്ക് ഇതിൻ്റെ അവെയർനെസ് കൊടുക്കേണ്ടത്? നമ്മളുടെ ഇടയിൽ, നമ്മളുടെ ജനങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കേണ്ടത്. ഓക്കെ, ടു ക്രിയേറ്റ് അവെയർനെസ് ഓൺ ദി നീഡ് ഓഫ് കൺസർവേഷൻ ഓഫ് ഓസോൺ ആൻഡ് ടു കൺട്രോൾ ദി യൂസ് ഓഫ് പ്രൊഡക്ട്സ് ലീഡിങ് ടു ഓസോൺ ഡിപ്ലീഷൻ 16th September of every year is observed as World Ozone Day. ഓക്കെ, അപ്പം ഈ അവെയർനെസ് ജനങ്ങളിൽ എത്തിക്കാനായിട്ടും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഇതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ 16th September 16 എല്ലാ വർഷവും സെപ്റ്റംബർ 16 എന്താണ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ദിവസം ഇതുപോലെ ഈ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഹാംഫുൾ എഫക്ട്സ്, അതെങ്ങനെ നമ്മുടെ ഓസോൺ ലെയറിനെ ബാധിക്കുന്നു, ഓസോൺ ലെയറിൻ്റെ റോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കൂടുതൽ എന്താ പറയുക ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മളുടെ ഈ 16th September എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദ കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് സംവാട്ട് യൂണിഫോം അപ് ടു അബൌട്ട് 90 kilometers ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത്. ഓക്കെ, അപ്പം ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു 90 kilometers വരെ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ എന്താണ്? യൂണിഫോമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഡസ്റ്റ് പാർട്ടിക്കിൾസും മോയ്സ്ചർ കണ്ടൻറ്റും അതേപോലെ തന്നെ ഗ്യാസസും ഇതിൻ്റെ എല്ലാം എമൗണ്ട് എന്താണ്? യൂണിഫോമാണ് ഈ ഒരു 90 kilometers വരെ. ദിസ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹോമോസ്ഫിയർ. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ ഈ പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോമോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന കണ്ടൻസിൻ്റെ എല്ലാം കോമ്പോസിഷൻ യൂണിഫോം ആയിട്ടുള്ള, അതായത് സ്റ്റേബിൾ ആയിട്ട് ഒരേപോലെ കാണുന്ന ഈ ഒരു 90 kilometers എർത്തിൽ നിന്നുള്ള ഈ 90 kilometers ഡിസ്റ്റൻസിലുള്ള അറ്റ്മോസ്ഫിയറിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഹോമോസ്ഫിയർ എന്ന്. ബിയോണ്ട് ദിസ് ദർ ഇസ് നോ യൂണിഫോമിറ്റി ഇൻ ദി ഗേഷ്യസ് കോമ്പോസിഷൻ. ഓക്കെ, ഈ 90 kilometers മുകളിലോട്ട് എന്താണ് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് എന്താണ് ഗ്യാസസിൻ്റെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യാണ്? കുറയാണ് അല്ലേ. അപ്പോൾ അതിന് ശേഷം എന്താണ് ഈ 90 kilometerന് അപ്പുറത്തോട്ട് ബിയോണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഈ ഗേഷ്യസ് കോമ്പോസിഷൻ എന്താണ്? യൂണിഫോം അല്ല, അവിടെ എന്ത് ചെയ്യാണ്? ചേഞ്ചസ് വരികയാണ് അല്ലേ. സോ ദ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ ബിയോണ്ട് 90 kilometers ഫ്രം ദി എർത്ത് ഈസ് കോൾഡ് ആസ് ഹെട്രോസ്ഫിയർ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ഈ യൂണിഫോമിറ്റി ഉള്ളത് ഈ 90 kilometers വരെയുള്ള ഈ ഹൈറ്റ് വരെയാണ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഈ ഒരു കോമ്പോസിഷൻ്റെ എല്ലാം യൂണിഫോമിറ്റി കാണുന്നത് ഈ 90 kilometer വരെയാണ്. അവിടെ വരെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതിനപ്പുറം നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്യാസസിൻ്റെ കോമ്പോസിഷനിൽ വേരിയേഷൻ വരുന്നു, യൂണിഫോമിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതിന് മുകളിലോട്ടുള്ള അറ്റ്മോസ്ഫിയറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹെട്രോസ്ഫിയർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂണിഫോമിറ്റി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഹോമോസ്ഫിയർ, അതിനപ്പുറത്തുള്ള സ്ഥലം യൂണിഫോമിറ്റി ഇല്ലാത്ത സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നത് ഹെട്രോസ്ഫിയർ എന്നാണ്. ബേസ്ഡ് ഓൺ ദി ടെമ്പറേച്ചർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ്മോസ്ഫിയർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ ലെയേഴ്സിലും എന്താണ്? ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ടെമ്പറേച്ചർ അനുസരിച്ച് ഈ അറ്റ്മോസ്ഫിയറിനെ എന്താണ്? ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയറിന് സ്ട്രാറ്റോസ്ഫിയറിന് ഇടയിൽ കാണുന്ന ഒരു പോർഷനാണ് ട്രോപ്പോപോസ്, പിന്നെ സ്ട്രാറ്റോപോസ്, പിന്നെ മീസോപോസ് എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക മറ്റ് ചെറിയ ചെറിയ സബ് ലെയേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ലെയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്ന് നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ദിസ് ലെയർ എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 13 kilometers ഫ്രം ദി സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ് ലൈസ് ക്ലോസ് ടു ദി എർത്ത്. ഓക്കെ, ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്ന് 13 kilometer ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന ലെയർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ലെയർ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ദ ഹൈറ്റ് ഓഫ് ദി ട്രോപ്പോസ്ഫിയർ ഈസ് മോർ ഇൻ ദി ഇക്വറ്റോറിയൽ റീജിയൻസ് ബിക്കോസ് ഓഫ് സ്ട്രോങ് കൺവെക്ഷൻ ഹിയർ.
ഓക്കെ, അതായത് മധ്യരേഖ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. ഓക്കെ, അപ്പം ഏത് ഏരിയയിലാണ് ട്രോപ്പോസ്ഫിയറിന് ഏറ്റവും കൂടുതൽ ഉയരമുള്ളത്? ഇക്വറ്റോറിയൽ റീജിയനിൽ. ഓക്കെ, അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയനിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഈ ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലാണ്. ഓക്കെ, പിന്നെയോ ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ആൻഡ് ക്ലൈമറ്റിക് ഫിനോമിന സച്ച് as cloud formation, rain, snow, wind, thunder and lightning etc. take place this layer. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ക്ലൗഡുകളുടെ, മേഘങ്ങളുടെ ഫോമേഷനും അതേപോലെ തന്നെ മഴ പെയ്യുന്നതും ഇടിവെട്ടുന്നതും മിന്നലടിക്കുന്നതും ഇതൊക്കെ നമ്മൾ കാണുന്നത് ഏത് ലെയറിലാണ്? ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, അപ്പോൾ ഈ വെതർ, ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ, ക്ലൈമറ്റിക് ഫിനോമിന, അതായത് ഇപ്പം മഞ്ഞ് പെയ്യുന്നത്, മഴ പെയ്യുന്നത്, ഈ പറയുന്ന ക്ലൗഡ് ഫോമേഷൻ, വിൻഡ്, തണ്ടർ, ലൈറ്റ്നിങ്, ഇതെല്ലാം എവിടെയാണ് കാണുന്നത്? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇൻ ദ ട്രോപ്പോസ്ഫിയർ ദി ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ യൂണിഫോം റേറ്റ് ഓഫ് 1 degree Celsius for every 65 meters of altitude. This is called normal lapse rate. ഓക്കെ, അതായത് ഓരോ 165 മീറ്റർ ഉയരം കൂടും തോറും അവിടെ എന്താണ്? ഈ 1 degree Celsius വെച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യൂണിഫോം റേറ്റിലാണ് അവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എർത്തിൻ്റെ സർഫസിൽ നിന്ന് 165 മീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിയുമ്പോൾ എന്താണ്? ആ സർഫസിൽ നിന്നുള്ള ടെമ്പറേച്ചറിൽ നിന്ന് 1 degree Celsius എന്ത് ചെയ്യാണ്? കുറവായിരിക്കും അവിടെ. പിന്നെയും അടുത്ത 65 മീറ്റേഴ്സ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? അറ്റ്മോസ്ഫിയറിൽ ആ ഒരു 1 degree Celsius കൂടെ വീണ്ടും ഡിക്രീസ് ആണ്. വീണ്ടും അതിൻ്റെ മുകളിൽ 165 മീറ്റേഴ്സ് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ 1 degree Celsius കുറയും. ഓക്കെ, അങ്ങനെ ഒരു യൂണിഫോം റേഞ്ചിൽ ഓരോ 1 degree Celsius വെച്ചിട്ട് നമ്മളുടെ ഈ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ആയി വരികയാണ് ചെയ്യുന്നത്. അതെവിടെയാണ്? ട്രോപ്പോസ്ഫിയറിൽ. ഓക്കെ, ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ട്രോപ്പോപോസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രോപ്പോസ്ഫിയറിന് മേളിൽ കാണുന്ന ഒരു സോൺ ഓഫ് ട്രാൻസിഷനെയാണ് നമ്മൾ ട്രോപ്പോപോസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ? ഓക്കെ, പിന്നെ മറ്റൊരു ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നോക്കിയേ. എക്സ്റ്റെൻഡ്സ് അപ് ടു എ ഹൈറ്റ് ഓഫ് അബൌട്ട് 50 kilometers ഫ്രം ദി എർത്ത് ആൻഡ് ലൈസ് എബവ് ദി ട്രോപ്പോപോസ്. ഓക്കെ, അപ്പം 50 kilometer ഹൈറ്റിലാണ്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് 50 kilometer ഹൈറ്റിലാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് ട്രോപ്പോപോസും കഴിഞ്ഞ് ട്രോപ്പോപോസിൻ്റെ മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഈ ലെയർ കാണുന്നത്. ഓക്കെ, ഇൻ ദി ലോവർ പാർട്ട് ഓഫ് ദി സ്ട്രാറ്റോസ്ഫിയർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ ട്രോപ്പോസ്ഫിയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഓരോ 165 മീറ്റേഴ്സ് ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് 1 degree വെച്ചിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞല്ലേ. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ പാർട്സിൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? ടെമ്പറേച്ചർ കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ട്രോപ്പോസ്ഫിയറിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത്, അതായത് ട്രോപ്പോപോസിനോടൊക്കെ അടുത്ത് കിടക്കുന്ന ആ ഒരു പാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഈ ടെമ്പറേച്ചറിൽ കുറവൊന്നും അല്ലെങ്കിൽ മറ്റ് കൂടുതലോ കുറവോ അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ദിസ് സോൺ ഈസ് കോൾഡ് ഐസോതേർമൽ സോൺ. അപ്പോൾ ഈ ഒരു സോണിനെ എന്താണ് വിളിക്കുന്നത്? ഐസോതേർമൽ സോൺ എന്നാണ് ഈ സോണിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിനെ ഐസോതേർമൽ സോൺ എന്ന് വിളിക്കുന്നത്? അവിടെ ടെമ്പറേച്ചറിന് എന്ത് വരുന്നില്ല? മാറ്റമൊന്നും വരുന്നില്ല. ബിയോണ്ട് ദിസ് ദർ ഇസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോവർ പാർട്ടിന് മുകളിലായിട്ട്, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഈ ഒരു ലോവർ പാർട്ടിലാണ് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിന് എന്ത് വരാത്തത്? ചേഞ്ചസ് ഒന്നും വരാത്തത്. അതുകൊണ്ടാണ് അതിനെ ഐസോതേർമൽ എന്ന് വിളിക്കുന്നത്, ഐസോതേർമൽ സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു ലോവർ പാർട്ടിന് എബവ്, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഈ ഒരു ലോവർ പാർട്ടിൻ്റെ മുകളിലോട്ട് വീണ്ടും പോകുന്നതനുസരിച്ച്, ഉയരം കൂടുന്നതനുസരിച്ച് എന്തുണ്ടാകുന്നുണ്ട്? ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഓക്കെ, ഓസോൺ layer which forms part of this layer absorbs the harmful ultraviolet rays from the sun and prevents it from reaching the earth.
ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണുന്നത്? നമ്മളുടെ ഓസോൺ ലെയറിനെ നമ്മൾ കാണുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഓസോൺ ലെയറിനെ കാണുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, എന്താ ഓസോൺ ലെയറിൻ്റെ പരിപാടി നമ്മൾ പറഞ്ഞല്ലേ? സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ ഓസോൺ ലെയറാണ്. അതെന്ത് ചെയ്യുന്നു? നിരത്തിലോട്ട് ഈ അൾട്രാ വയലറ്റ് റേസ് എത്തുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഓസോൺ ലെയറാണ്. ഓക്കെ, allows the free movement of jet aircrafts through clear atmospheric conditions and absence of air gutters. ഓക്കെ, അപ്പം ജെറ്റൊക്കെ നമ്മൾ കണ്ടു, ജെറ്റ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു, ജെറ്റ് എയർക്രാഫ്റ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു ലെയറിലൂടെ ഈ ജെറ്റ് എയർക്രാഫ്റ്റ്സ് പോകുമ്പോൾ എന്താണ്? അവിടെ എന്തില്ല? എയർ ഗട്ടേഴ്സ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും ഈ ഒരു ലെയറിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ സ്ട്രാറ്റോസ്ഫിയർ ഈസ് കോൾഡ് സ്ട്രാറ്റോപൗസ്. ഓക്കെ, നമ്മുടെ ട്രോപ്പോപോസ് പോലെ തന്നെ ഈ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലും ഒരു ട്രാൻസിഷൻ ലെയർ ഉണ്ട്. അതാണ് എന്ത്? സ്ട്രാറ്റോപൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണുന്നത്? ഓസോണിനെ കാണുന്നത്. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിൽ എങ്ങനെയാണ്? ഈ ടെമ്പറേച്ചറിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് അതിനെ എന്താ വിളിക്കുന്നത്? ഐസോതെർമൽ സോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ പറയുന്ന ഒരു ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയർ ആണ്. ഓക്കെ, എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 50 to 90 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദി എർത്ത്. ഭൂമിയിൽ നിന്ന് 50 to 80 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദി ലോവസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഈസ് ഫെൽറ്റ് അറ്റ് ദി മീസോപോസ്. ഓക്കെ, അപ്പം നമ്മുടെ ട്രോപ്പോസ്ഫിയറിലെ പോലെ തന്നെ ഈ മീസോസ്ഫിയറിലും എന്താണ്? ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ മെഷർ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ കാണപ്പെടുന്നത് എവിടെയാണ്? ഫീൽ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഈ മീസോസ്ഫിയറിലാണ്. അത് ഏതാണ്? എത്രയൊക്കെയാണെന്ന് നോക്കിയേ, -80 ഡിഗ്രി സെൽഷ്യസ് ടു -100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കുറവ് ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്ന ലെയർ ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഓക്കെ, പിന്നെ ദ മീറ്റിയോർസ് ഓൺ റീച്ചിങ് ദി മീസോസ്ഫിയർ ഗെറ്റ്സ് ബേൺഡ് ഔട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഉൽക്കകൾ കത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയാണ് കത്തുന്നത്? ഈ മീസോസ്ഫിയറിൻ്റെ ലെയറിലേക്ക് എത്തുന്ന ഈ ഉൽക്കകൾ അവിടുത്തെ ഫ്രിക്ഷൻ, മീസോസ്ഫിയറിലെ അല്ലെങ്കിൽ മീസോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു ലെയറിൽ ഫ്രിക്ഷൻ കൊണ്ടാണ് ഈ ഉൽക്കകൾ എന്ത് ചെയ്യുന്നത്? അവിടെ ബേൺ ചെയ്യുന്നത്, കത്തുന്നത്. ഓക്കെ, ദ സോൺ ഓഫ് ട്രാൻസിഷൻ എബവ് ദ മീസോസ്ഫിയർ ഈസ് കോൾഡ് മീസോപോസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ട്രോപ്പോസ്ഫിയറിലെ പോലെയും സ്ട്രാറ്റോസ്ഫിയറിലെ പോലെയും ഈ മീസോസ്ഫിയറിലും ഒരു സോൺ ഓഫ് ട്രാൻസിഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്നതാണ് എന്ത്? മീസോപൗസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മീസോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ മറ്റൊരു ലെയറാണ് എന്ത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. എക്സ്റ്റെൻഡ്സ് ഫ്രം അബൌട്ട് 80 to 600 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പം നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എന്താണ് 80 കിലോമീറ്റർ തൊട്ട് 600 കിലോമീറ്റർ വരെയുള്ള ഓൾട്ടിറ്റ്യൂഡിലാണ് നമ്മൾ ഈ പറയുന്ന തെർമോസ്ഫിയർ കാണുന്നത്. ഓക്കെ, ദർ ഈസ് കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ തെർമോസ്ഫിയറിൽ എങ്ങനെയാണ്? നമ്മുടെ മീസോസ്ഫിയറിന് ഓപ്പോസിറ്റ്. ഓക്കെ, അതായത് ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച്, ഹൈറ്റ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് എന്താണ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ലോവർ പാർട്ട് ഓഫ് ദി തെർമോസ്ഫിയർ ഈസ് known as ionosphere. ഓക്കെ, അപ്പോൾ ഈ തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ട്, അതായത് നമ്മുടെ മീസോസ്ഫിയറിൻ്റെ സോൺ ഓഫ് ട്രാൻസിഷൻ, അതായത് മീസോപൗസിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ലെയർ, അതാണ് നമ്മുടെ തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? ആ ലോവർ പാർട്ടിനെ വിളിക്കുന്നതാണ് എന്ത്? അയനോസ്ഫിയർ. ഓക്കെ, അയനോസ്ഫിയർ ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഓക്കെ, അപ്പോൾ അതായത് റേഡിയോ വേവ്സിൻ്റെ എന്താണ്? ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലെയറാണ് ഈ അയനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ യൂണിക് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഹാസ് ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ് അപ്പോൺ ദി സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയർ ലെയറിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നമ്മളുടെ എർത്തിലെ എന്താണ്? ലൈഫിൻ്റെ എക്സിസ്റ്റൻസിന് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ എർത്തിൻ്റെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ കണ്ടല്ലേ, അതായത് ഒരു ലെയറിൽ
ലെയറിൽ ടെമ്പറേച്ചർ കൂടുന്ന ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ മറ്റൊരു ലെയറിൽ എന്താണ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതിൽ എന്താണ് വീണ്ടും പഴയ പോലെ തന്നെ ടെമ്പറേച്ചർ കുറയുന്നു. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് പിന്നെ അടുത്തതിൽ വരുന്ന എന്താ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താണ് നമ്മളുടെ ഈ പ്ലാനറ്റിലെ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതിൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഈ ലെയറിൻ്റെ സ്ട്രക്ചറിന് വളരെ വലിയ റോളുണ്ട്. ഓക്കെ, for retaining a life-supporting world for the future generation, we must maintain this fragile balance of the atmosphere. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ നമ്മൾക്ക് പിന്നാലെ വരുന്ന അടുത്ത ജനറേഷൻ ഉണ്ടല്ലേ, അവരുടെ ലൈഫിനെയും നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിസ്റ്റ് ഡൗൺ ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് അൾട്രാ വയലറ്റ് റേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അൾട്രാ വയലറ്റ് റേസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ. ഏതൊക്കെയായിരുന്നു? ക്ലൈമറ്റ് ചേഞ്ച്, ക്രോപ്പ് ഫെയിലിയർ, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്, പ്രീമച്വർ ഏജിങ്, ബ്ലൈൻഡ്നെസ്, സ്കിൻ ക്യാൻസർ. ഓക്കെ, അപ്പം ഈ പറയുന്ന UV റേസ് നമ്മളുടെ ഈ പറയുന്ന എർത്തിലോട്ട് ഡയറക്റ്റ്ലി പതിച്ചാൽ അല്ലെങ്കിൽ ഡയറക്റ്റ്ലി വന്നാൽ എന്താണ് ഈ പറയുന്ന ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ വിച്ച് ആർ ദി ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ പഠിച്ചല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ലെയേഴ്സ്, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രധാനപ്പെട്ട ലെയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ട്രോപ്പോസ്ഫിയർ, അതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ അല്ലേ. പിന്നെ കാണുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിനും ട്രോപ്പോസ്ഫിയറിനും ഇടയിൽ കാണുന്ന ട്രാൻസിഷൻ സോണിനെ എന്താ നമ്മൾ വിളിക്കുന്നത്? ട്രോപ്പോപോസ്. ഓക്കെ, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന് ശേഷം പിന്നെ കാണുന്ന ലെയർ ഏതാ? മീസോസ്ഫിയർ. ഓക്കെ, മീസോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിൽ കാണുന്ന ട്രാൻസിഷൻ സോൺ ഏതാണ്? നമ്മളുടെ സ്ട്രാറ്റോപോസ്. ഓക്കെ, പിന്നെയോ മീസോസ്ഫിയർ കഴിഞ്ഞ് പിന്നെ കാണുന്ന എന്താണ്? തെർമോസ്ഫിയർ അല്ലേ. അപ്പം തെർമോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലും ഇതുപോലെ തന്നെ ഒരു ട്രാൻസിഷൻ സോൺ ഉണ്ട്. അത് ഏതാണ്? മീസോപോസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചർ, അല്ലെങ്കിൽ അതേപോലെ തന്നെ വളരെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയേഴ്സ് ഇത്രയുമാണ്, ഈ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ എർത്തിൻ്റെ ബ്ലാങ്കറ്റിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. നമ്മളുടെ എർത്തിനെ കവർ ചെയ്യുന്ന ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഏതായിരുന്നു? അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ എർത്തിൻ്റെ ബ്ലാങ്കറ്റായ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷനെ കുറിച്ചാണ് അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം കൊണ്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചല്ലേ. അത് എന്താണ് പ്രധാനപ്പെട്ട കോമ്പോസിഷൻ? എന്തൊക്കെയായിരുന്നു? ഗ്യാസസ്, വാട്ടർ കണ്ടന്റ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചും പിന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ചും ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഈ ഗ്യാസസും വാട്ടർ കണ്ടന്റും അതേപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ എങ്ങനെയാണ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചാണ്. അതായത് ഒരു ബിൽഡിങ്ങിൽ, അതായത് കോൾഡ് കൺട്രീസിലൊക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഗ്ലാസസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നതിന് കാരണം പറഞ്ഞു എന്താണെന്നല്ലേ. നമ്മളുടെ സണ്ണിൽ നിന്നുള്ള റേസിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും അതേപോലെ തന്നെ സൺലൈറ്റും മാത്രം അകത്തോട്ട് കടത്തി വിട്ടിട്ട് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസിനെ എല്ലാം എന്ത് ചെയ്യാണ്? പുറന്തള്ളുന്ന ഒരു കേപ്പബിലിറ്റി ഗ്ലാസസിനുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ ബിൽഡിങ്സിൽ എന്ത് ചെയ്യുന്നത്? ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷന് ഗ്ലാസസ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ഗ്രീൻ ഹൗസിനെ ബിൽഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒരു നോർമൽ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചറും മോയ്സ്ചറും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്ലാസസ് വെച്ചിട്ട് ഗ്രീൻ ഹൗസ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഒരു എന്താണ് പ്രോസസ്സാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസും ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് സണ്ണിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസിനൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും ലൈറ്റും മാത്രം ഭൂമിയിലോട്ട് കടത്തിവിടുന്ന കുറച്ച് ഗ്യാസസ്, അതായത് കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ഓസോൺ പോലത്തെ ഗ്യാസസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവരെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് വിളിക്കുന്നത്.
വരുന്നത്. ഓക്കെ, അങ്ങനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ അത് എന്തിലോട്ട് നയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഗ്ലോബൽ വാർമിങ്ങിലോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും നമ്മൾ പറഞ്ഞു അല്ലേ, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഫ്റ്റർ എഫക്ട്സും നമ്മൾ പറഞ്ഞു. പിന്നെ പഠിച്ചതെന്ന് പറഞ്ഞത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്, ഘടനയെക്കുറിച്ചാണ് അല്ലേ. അറ്റ്മോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ലെയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, ഓരോ ലെയറും എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയുവാണോ കൂടുവാണോ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓസോൺ ലെയർ എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു, എവിടെയായിരുന്നു? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്നു പറഞ്ഞു അല്ലേ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആദ്യമൊക്കെ പഠിച്ചത് തന്നെ. ഓക്കെ, അപ്പം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മുടെ എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡിൽ പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ആ ഗൈഡ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം കുറേയൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.